ശിവഗീതയിലെ 1-ാം അധ്യായത്തിലെ സൂതൻ്റെ 2-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നാം കടക്കുന്നത്. കർമ്മം കൊണ്ടോ ആത്മീയ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ തപസ് കൊണ്ടോ ശിവബ്രഹ്മത്തെ അറിയാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ? സാക്ഷാൽ അറിവ് കൊണ്ട് മാത്രമേ, ആത്മീയമായ അറിവ് കൊണ്ട് മാത്രമേ ശിവബ്രഹ്മത്തെ പരിപൂർണമായി അറിഞ്ഞ് കൈവല്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ശിവബ്രഹ്മവുമായിട്ട് ഒന്നിച്ചു ചേരണമെങ്കിൽ നാം ജ്ഞാനിയാകണം, അറിവുറ്റവനാകണം. അറിവിനെ സാക്ഷാത്കരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ശിവബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ബ്രഹ്മസ്വരൂപത്തെ അറിയണമെങ്കിൽ കർമ്മം കൊണ്ട് സാധിക്കില്ല. കർമ്മവും അതേപോലെ ഭക്തിയും മറ്റ് ആത്മീയ അനുഷ്ഠാനങ്ങളും ദാനവും അതേപോലെ തപസ്സുമെല്ലാം തന്നെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഉപാധികളാണ്. മനസ്സിനെ കാമക്രോധ ലോഭമോഹങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മനസ്സിനെ ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും കർമ്മങ്ങൾക്കും അതേപോലെ ദാനധർമ്മങ്ങൾക്കും തപസ്സിനും അനുഷ്ഠാനങ്ങൾക്കും ഭക്തിക്കും എല്ലാം കഴിയും. എന്നാൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കണമെങ്കിൽ, ആ കൈവല്യ ഭൂമിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരാൾ ജ്ഞാനിയായി മാറണം. ജ്ഞാനത്തെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ, അറിവിനെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ ശിവബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രഹ്മവും അറിവും ഒന്ന് തന്നെയാണ്. ആത്മാവും അറിവും ഒന്ന് തന്നെയാണ്. അതാണ് സൂതൻ ഇവിടെ വിശദീകരിക്കുന്നത്. ദാനധർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തപസ് കൊണ്ടോ ഒക്കെ മനസ്സിനെ ഏകാഗ്രമാക്കാനും മനസ്സിനെ ഏറെക്കുറെ നിശ്ചലമാക്കാനും എല്ലാം കഴിയും. പക്ഷേ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കണമെങ്കിൽ അറിവ് നേടുക തന്നെ വേണം. അറിവിനെ സാക്ഷാത്കരിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് 4 മഹാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മഹാവാക്യം പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ്. ഐതരേയോപനിഷത്തിലുള്ള ഒരു വാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. അതിൻ്റെ അർത്ഥം ഇതാണ്: പ്രകൃഷ്ടമായ അറിവ് ബ്രഹ്മജ്ഞാനമാണ്. പ്രകൃഷ്ടമായ അറിവ് ബ്രഹ്മജ്ഞാനമാണ്. ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് ജ്ഞാനവും ജ്ഞേയവും ജ്ഞാതാവും ഒന്ന് തന്നെയാണ്. ഇവയെ ഭിന്നമെന്ന് പൂർവമീമാംസ കൽപ്പിക്കുകയും ത്രിപുടി എന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേദാന്തികൾക്ക് ഈ 3ഉം ഒന്ന് തന്നെ. അതായത് ജ്ഞാനവും അതേപോലെ ജ്ഞേയവും ജ്ഞാതാവും ഒന്ന് തന്നെയാണ്. ശങ്കരാചാര്യർ ഈ മഹാവാക്യത്തെ ഇങ്ങനെയാണ് ത്രിപുടി നാശം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ത്രിപുടി നാശത്തിലൂടെ ജ്ഞാനത്തിൻ്റെ ആ ഉന്നത കൈവല്യഭൂമിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് പറയുന്നത്. ഈ അറിവിനെക്കുറിച്ചിട്ട് പ്രധാനമായിട്ടും ഒരു കവിത മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ അറിവ് എന്ന കവിത. അതിലെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെയാണ്: ഇവിടെ അറിയപ്പെടുന്നതൊക്കെയും സൂക്ഷ്മമായി തിരിഞ്ഞു നോക്കുമ്പോൾ അവയിൽ അറിവല്ലാതെ വേറെ ഒന്നും തന്നെയില്ല എന്ന് തെളിയുന്നതാണ്. ഉള്ളിലും പുറത്തുമുള്ളതായി അനുഭവപ്പെടുന്നതെല്ലാം ഒരേ അറിവിൻ്റെ രൂപാന്തരവും ഭാവാന്തരവുമായിരിക്കുന്നു. അതിനാൽ അറിവല്ലാതെ ഒന്നും തന്നെ എവിടെയുമില്ല.
അപ്പോൾ അറിവ് മാത്രമേ എവിടെയും എപ്പോഴും എല്ലായിടത്തും ഉള്ള ഒന്ന് അറിവ് മാത്രമാണ്. അറിവല്ലാതെ മറ്റൊന്നും ഇല്ല. അറിയപ്പെടും ഇത് വേറല്ലറിവായിടും തിരഞ്ഞിടും നേരം അറിവ് ഇതിൽ ഒന്നായതുകൊണ്ട് അറിവില്ലാതെങ്ങുമില്ല വേറൊന്നും എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ അറിവിൽ പറയുന്നത്. അറിവിൽ പിന്നെ 10-15 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷേ അറിവിൻ്റെ നിഗൂഢമായ സത്യങ്ങൾ അത്രയും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ഒരിടത്ത് ഗുരുദേവൻ പറയുന്നത്, വിശേഷജ്ഞാനങ്ങളെയെല്ലാം അറിഞ്ഞുകൊണ്ട് യാതൊന്നാണോ അതിനെയെല്ലാം അറിയിക്കുന്നത് ആ അറിവ് ഈ നാം തന്നെയാണ്. അഥവാ എല്ലാറ്റിനെയും അറിയുന്നതും അറിയിക്കുന്നതുമായ അറിവ് ആത്മാവ് തന്നെയാണ്. ഈ സത്യം അറിയുകയും അറിയിക്കുകയും ചെയ്താൽ അറിവിനെ ഏതെങ്കിലും ഇനത്തിൽപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. അറിവ് പോലെ മറ്റൊന്നില്ല. അറിവ് കാരണമാണോ കാര്യമാണോ? അറിവുണ്ടാകുന്നു എന്ന അനുഭവം എങ്ങനെ സംഭവിക്കുന്നു? അറിവ് മാത്രമാണല്ലോ സത്യത്തിലുള്ളത്. ജ്ഞേയ വിഷയങ്ങൾ എന്ന് പറഞ്ഞ പോരാറുള്ളത് എന്തിനെയാണ്? അപ്പോൾ എല്ലാ അറിവുകളെയും അറിയുകയും അറിയിക്കുകയും ചെയ്യുന്ന യാതൊരു അറിവാണോ അത് നാം തന്നെയാണ്, അഥവാ ആത്മാവ് തന്നെയാണ്. അപ്പോൾ അറിവിനെ തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അറിവ് തന്നെയാണ് ആത്മാവ്. ഇത് തന്നെയാണ് ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ ഭഗവാൻ പറയുന്നത്. നമുക്ക് ആ ഭഗവത്ഗീതയിലെ ഭഗവാന്റെ വാക്കുകളിലേക്ക് കൂടി ഒന്ന് കടന്നു നോക്കാം. അറിവ് തന്നെയാണ് ആത്മാവ് എന്ന ഞാൻ. ഒരു ശ്ലോകത്തിൽ ഭഗവത്ഗീത പറയുന്നുണ്ട്, അസംഖ്യം ജനന മരണങ്ങൾക്ക് ശേഷവും ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്. കാരണങ്ങൾക്ക് കാരണഭൂതനും സർവ്വവ്യാപിയുമെന്ന് മനസ്സിലാക്കി എന്നെ, അതായത് അറിവിനെ, അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വളരെ വിരളമാണ്. അപ്പോൾ ജ്ഞാനികൾ ഈ ഭൂമിയിൽ വളരെ വിരളമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ജ്ഞാനവിജ്ഞാന യോഗത്തിൽ പറയുന്ന ഒരു ഭാഗം കൂടെ നോക്കുക. ഞാൻ പരമാത്മരൂപേണ സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. ഏത് ദേവതയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്തക്ക വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നതും ഞാനാണ്. അപ്പോൾ ഈ അറിവായ ഞാനാണ് എല്ലാം എന്ന് ഭഗവത്ഗീതയും നമുക്ക് ഉറപ്പ് തരുന്നു. അതുകൊണ്ട് അറിവല്ലാതെ മറ്റൊന്നുമില്ല. അറിവ് മാത്രമേ ഏകവും സത്യവുമായുള്ള ബ്രഹ്മം. ഇതാണ് സൂതൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അറിവിലൂടെ മാത്രമേ, ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് കൈവല്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നാണ് സൂതൻ ശിവഗീതയിൽ വെളിപ്പെടുത്തുന്നത്. ഇനി അദ്ദേഹം പറയുകയാണ്, വളരെ കാലം മുമ്പ് ദണ്ഡകവനത്തിൽ വച്ച് ഭഗവാൻ ശിവൻ രാമന് ശിവഗീത വെളിപ്പെടുത്തി കൊടുത്തു. എല്ലാ രഹസ്യങ്ങളുടെയും രഹസ്യമായ, ഏറ്റവും ആത്യന്തികമായ രഹസ്യമായ ഈ ശിവഗീതയിൽ ജ്ഞാനത്തിൻ്റെ വിപുലമായ മേഖലകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രഹസ്യങ്ങളുടെ രഹസ്യമാണ് ശിവഗീത. അതാണ് ഇവിടെ പറയുന്നത്. ആ രഹസ്യ ഗീതയാണ് ഭഗവാൻ ശിവൻ ശ്രീരാമചന്ദ്രന് ഉപദേശിച്ചു കൊടുത്തത്. ജ്ഞാനത്തിൻ്റെ ഉത്തുംഗമായ ഒരു തലത്തിലേക്കാണ് ശിവഗീത നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ഇതാണ് സൂതൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓം ശിവായ നമഃ.